ഇപ്പൊ കാണുന്ന അമ്മയില്ലേ രേണുസുതി. യെസ്, രേണുസുതി. ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ആദ്യം ഞാൻ കാണാമെന്ന് ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി, അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എടുത്ത് വെച്ച് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്, അച്ഛന് ഇഷ്ടമാണോ? ഞാൻ അച്ഛന് ഇഷ്ടമാണോ നമുക്ക് ആ രീതിയിൽ പറഞ്ഞു. അപ്പം അങ്ങനെ കൊല്ലത്തെ വീട്ടിലൊക്കെ വന്ന് ഇവിടെ സംസാരിച്ച് വല്യമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച്. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇത് കിടന്നിട്ടുണ്ട്. വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ആയി. ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഡിവോഴ്സായി. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ കെട്ടുന്നത് കേട്ടപ്പെടുത്താം. അങ്ങനെ കൊല്ലത്തൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ. കോട്ടയത്ത് ചെല്ലുന്നു. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഞാൻ കൂടുതലും വീട്ടിൽ കൊല്ലത്തേക്ക് എന്നെ ഇങ്ങനെ അച്ഛാമ്മ പുറത്തോട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ കൂട്ടുകാർ അങ്ങനത്തെ രീതിയിൽ കളിക്കാനൊന്നും പോകത്തില്ല. എന്താ ചേച്ചി, പാറു, ഞാൻ അങ്ങനെയുള്ളൊരു സെറ്റിൽ നിന്ന് കളിക്കത്തുള്ളൂ. അപ്പം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പുറത്തേക്ക് കളിക്കണം. പക്ഷെ വഴക്ക് കിട്ടും. എങ്കിലും അറിയാതെ കുളിച്ചൊക്കെ പോയിട്ട് വരും. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ അവിടുത്തെ രീതിയിൽ ഭയങ്കര ഒരു ഫ്രീഡം. ഞാൻ അച്ഛനെ എപ്പോഴും കാണുന്നു, അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ ആ ഒരു കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് നിന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്. പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം. എന്തോ പറയണമെന്ന് എനിക്ക് ബാക്കി പറയാം. ഞാൻ കമ്പ്യൂട്ടറൊക്കെ എടുത്ത് ഒരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ആകാൻ പറഞ്ഞൊരു കാരണം അതുമല്ല, അതും വേറെയാ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടെന്നാണ് എൻ്റെ ഒരു തുടക്കം. വീട്ടിൽ ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് എന്നാൽ വേറെ കാശില്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് വരും പോവും. ഇടയ്ക്ക് ഋതപ്പം എല്ലാം റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടിയെടുത്ത് കീബോർഡിലൊക്കെ ഋതപ്പം കളിച്ചുകൊണ്ടിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി അപ്പം മുതൽ. പിന്നെ കൊറോണ വന്നിട്ട് ഋതപ്പം ഉണ്ട് കേട്ടോ ടൈമിലൊക്കെ. കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്യാന്നുണ്ട്. അച്ഛൻ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് ആ സമയം ലോക്ക്ഡൗൺ ആയി. ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറെ കടമൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് അവരൊക്കെ നോക്കി. ഈ നോക്കുന്നതിനിടയ്ക്ക് ഈ മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവളുടെ 2 മക്കൾ, പപ്പ, അമ്മ, ഇവരെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന. മനസ്സിലായോ? അത് ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ ഈ അച്ഛൻ്റെ എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങളുടെ കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു, നോ പറയാൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വിഷമമാവുമോ ഒരു സംഭവമാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഞാൻ ഇപ്പം ഞാനൊന്നും ഓരോ കാര്യം പറയാത്തതും ബാക്കി പറയാം. അങ്ങനെയാണെന്ന് ഞാൻ റൂമിനകത്ത് മൊത്തം ഒരു 3 വർഷം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ എനിക്കിങ്ങനെ തോന്നി ഇതൊക്കെ നിർത്താം, കമ്പ്യൂട്ടർ പരിപാടിയെല്ലാം നിർത്താമെന്ന്, പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി എടുത്ത്. ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്തിട്ട് അപ്പം ഈ 10ന്റെ കൂടെ പഠിച്ച കുറച്ച് ഒരു കൂട്ടുകാരുണ്ട്, അവനേട്ട കമ്പനി ഒരുത്തനുള്ള ഏട്ടാ. അങ്ങനെ അവിടെ ഇങ്ങനെ പോകും ഞാൻ ഡെയിലി. പിന്നെ അങ്ങോട്ട് പോകാൻ തുടങ്ങി, കൂട്ടുകാരായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോഴും അച്ഛൻ്റെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നൊരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ. വേറെ ആർക്കും ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമായി ഇവരുടെയൊക്കെ. ഇവിടെ അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി. ഇതൊക്കെ പറയണോ? എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല ഇതൊക്കെ. കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ല. മനസ്സിൽ എനിക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരണമെന്ന് അറിയത്തില്ല. അതൊക്കെ കൊണ്ട് എൻ്റെ ഒപ്പം എപ്പോഴും ഒരുത്തർ ഇങ്ങനെ കൂടി ഇരുത്തുന്നത്. അവനാകുമ്പം അവന് നല്ലോണം അറിയാം ഞാൻ എന്തായിരിക്കും അടുത്ത പറയാൻ വരുന്ന, എന്താ എൻ്റെ മനസ്സിൽ. അതാ എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ, എൻ്റെ കൊല്ലത്തുള്ള കൂട്ടുകാർക്ക് എല്ലാം ഞാൻ എന്താണ് അടുത്ത് പറയാൻ പോകുന്നത്, എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എല്ലാം അമ്മമാർക്ക് അറിയാം. അതാണ് ഞാൻ അത്ര ധൈര്യത്തോടെ അമ്മമാരെ ഒരു വീഡിയോ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും കാര്യം സംസാരിക്കാനാണെങ്കിലും അമ്മമാരെ ഇരുത്തുന്നത്. എന്നെ കാട്ടി നല്ലല്ലോ അമ്മമാർ സംസാരിക്കും. അതാണ് ഒരു പ്രശ്നം, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ എവിടെ അങ്ങനെ പോകുന്നു, അങ്ങനെ ലൈഫ് അങ്ങനെ കൂട്ടുകാരത്ത് മാത്രം ഒരു കണക്ഷൻ ഇല്ല. വീട്ടിൽ ഇങ്ങനെ പുറത്ത് പോകുന്നു, കൂട്ടുകാർ അങ്ങനെ നടക്കുന്നു. മൊത്തത്തിൽ ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു. ആരും ഇല്ല, ഇങ്ങനെ ഗെയിമും കളിച്ചിങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച്
എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നുമില്ല, അങ്ങനെ പൊക്കോണ്ട് നിൽക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാനും അച്ഛനും ഷൂട്ടിനാണേലും ഞാനും അച്ഛനും സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ഞാനും അച്ഛനും ഷൂട്ടിന് പോകുമ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും അച്ഛനും ഇങ്ങനെ ഒന്ന് സംസാരിക്കും ഓരോ കാര്യങ്ങൾ, ആ കോട്ടയത്തെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളും ഇല്ലെങ്കിൽ സംസാരിക്കും. അപ്പോഴും ഒരു കാര്യം പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് കൊല്ലത്ത് ചോദിച്ചായിരുന്നു, വിളിച്ച് ഞാൻ കൊല്ലത്ത് വന്ന് നിൽക്കട്ടെ. അപ്പം അവരങ്ങനെ സമ്മതിച്ചില്ല. അപ്പം അന്നോട്ട് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് സമ്മതിച്ചില്ല. അവിടെ തന്നെ നിന്ന് അങ്ങനെ ഇങ്ങനെ പോകുന്നു. അപ്പം വെക്കോ ഒരു ദിവസം അച്ഛൻ, ഞാൻ ഷൂട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, അപ്പം ഞങ്ങൾ സംസാരിക്കുന്നേക്കാം. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു, എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെ ഒരു അട്ടായി പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലും എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനൊന്നും ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. വെക്ക ഒരു ദിവസം ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാത്രി വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോൾ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നു തുടങ്ങി. ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോഴും ഈ ഷൂട്ടിനൊക്കെ പോയിട്ട് ഉറങ്ങിപ്പോകുന്ന സ്വഭാവമുണ്ട്. അപ്പം ഞാൻ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ കിടന്ന് ഉറങ്ങാം, രാവിലെ എന്തായാലും വരും. അപ്പം അങ്ങനെ തുടങ്ങി. വെക്ക എന്നെ അമ്മ ഒന്നിങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട്, എനിക്ക് അച്ഛനെന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കാം. ഞാനിപ്പം എണീക്കുന്ന അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ ഫോണിലോട്ട് വിളിച്ചിട്ട് എടുക്കുന്നൊന്നുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഞാൻ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ